ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ചോക്കോവാളിൻ്റെ റെസിപ്പിയാണ്. ഇറ്റാലിയൻ ഡെസേർട്ടായ ടിറാമിസുവിൽ ഉപയോഗിക്കുന്ന ലേഡി ഫിംഗർ എന്ന് പറഞ്ഞിട്ടുള്ള ബിസ്ക്കറ്റാണ് കേട്ടോ ഇതിന് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഷോപ്പിലും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഓൺലൈനായിട്ടും കിട്ടും. ഞാനിപ്പോൾ എന്തായാലും ഇത് വീട്ടിലാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ദാണ്ടേ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1/4 കപ്പ് മൈദ എടുക്കുന്നുണ്ട്, പിന്നെ 4 മുട്ട എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. എന്നിട്ട് മുട്ടയുടെ വെള്ളയിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ആദ്യം മീഡിയം സ്പീഡിൽ വേണം ബീറ്റ് ചെയ്യാനായിട്ട്, അതിനുശേഷം സ്പീഡ് കൂട്ടി കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഷുഗർ 1/2 കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് 1/4 കപ്പ് വീതം മാറ്റി വെക്കണം. എന്നിട്ട് മുട്ടയുടെ വെള്ളയിലേക്ക് 1/4 കപ്പും ചേർത്ത് കൊടുക്കണം, മഞ്ഞയിലേക്കും 1/4 കപ്പ് എടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് താണ്ടെ കുറേശ്ശെയായിട്ടായിരുന്നു കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നല്ല പതയായിട്ട് വരണം, നല്ല വെള്ള കളറിൽ വന്നിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ പാത്രം എടുത്തിട്ട് ഇങ്ങനെ കമത്തി നോക്കുന്ന സമയത്തൊന്നും താഴെ വീഴാത്ത ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്തില്ലേ, ആ ഒരു പരുവത്തിലാണ്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുട്ടയുടെ മഞ്ഞയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിനകത്ത് നമ്മൾ 1/4 കപ്പ് പഞ്ചസാര മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് ചെറിയൊരു ക്രീം കളർ ആകുന്നവരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ എടുത്തേക്കുന്ന ഈ ഒരു അളവിൽ 2 kg ചോക്കോവാൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം 1 kg ചെയ്യുമ്പം ഇതിൻ്റെ ഹാഫ് പോർഷൻ എടുത്തിട്ട് ചെയ്താൽ മതിയാകും. അപ്പം ദാണ്ടേ നമ്മളിവിടെ മുട്ടയുടെ മഞ്ഞയും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1/4 കപ്പ് മൈദ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുട്ടയുടെ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതും കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമുക്ക് 3-4 പ്രാവശ്യമായിട്ട് മുട്ടയുടെ വെള്ളയും മൈദയും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സ്പീഡിൽ കാണിക്കുന്നേ ഉള്ളൂ, നിങ്ങൾ ചെയ്യുമ്പം സ്പീഡ് കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ദാണ്ടെ ബാക്കി ഉണ്ടായിരുന്ന മൈദയും എല്ലാം ചേർത്തിട്ട് ഞാനിവിടെ ആ ഒരു മിക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മൈദ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ദാണ്ടെ ഇവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്, അതിലോട്ട് നമ്മുടെ പൈപ്പിംഗ് ബാഗ് ഇറക്കി വെച്ചിട്ട് ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കുമ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ആക്കാൻ പറ്റും. നമ്മുടെ കയ്യിലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് പാടല്ലേ, ഞാനിങ്ങനെ എപ്പോഴും ചെയ്യുന്നത്. ഒന്നുകിൽ ഒരു ഗ്ലാസ് എടുക്കാം, നീളമുള്ള ഗ്ലാസ് ഉണ്ടല്ലോ അതെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു ബോട്ടിലിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ബാറ്റർ പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയെടുക്കാം. ഇനി താണ്ടെ ഒരു ട്രേയിൽ ഞാനിവിടെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് നമ്മുടെ പൈപ്പിംഗ് ബാഗിൻ്റെ ആ ഒരു അറ്റം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇവിടെ കറക്റ്റായിട്ട് ഷേപ്പൊന്നും ആയിട്ടില്ല, എന്നാലും ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ താണ്ടെ ഈ ഒരു രീതിയിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് പഞ്ചസാര പൊടിച്ചത് അരിപ്പയിലൂടെ ഇതുപോലെ ഒന്ന് അരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 12 to 15 മിനിറ്റ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതുകൊണ്ട് ഇവിടെ നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, ഉള്ളിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ആക്കി എടുക്കുന്നുണ്ട്. നമ്മൾ എടുത്ത ബാറ്ററിൽ 2 കിലോ ചോക്കോവാളിനുള്ള ബാറ്റർ ഉണ്ടായിരുന്നു, അപ്പം ഇതിൻ്റെ ഹാഫാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പം ആദ്യത്തെ സെക്ഷൻ മാത്രം കേട്ടോ ഈ കാണുന്നത്, ഇനി കുറച്ചും കൂടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം താണ്ടെ ഞാനിവിടെ ഷുഗർ സിറപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും ആട്ടോ എടുക്കേണ്ടത്. പിന്നെ വൈറ്റ് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും ബട്ടറും കൂടെ നമ്മൾ ഗണാഷ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വീട്ടിൽ തന്നെ റെഡിയാക്കിയ 2 ടേബിൾ സ്പൂൺ കാരമൽ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കാഷ്യൂ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് ഗണാഷ് 2 ബൗളുണ്ട് കേട്ടോ, ഒന്നിൽ മിൽക്ക് കോമ്പൗണ്ടും മറ്റേതിൽ മിൽക്ക് കോമ്പൗണ്ടും ഡാർക്ക് കോമ്പൗണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഗണാഷാണ്. അപ്പോൾ ഞാൻ അവിടെ എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഷുഗർ സിറപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാനിവിടെ 1/2 കപ്പ് ഷുഗറും 1 കപ്പ് വെള്ളവും ആയിരുന്നു എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുമ്പോൾ 1/4 കപ്പ് ഷുഗറും 1/2 കപ്പ് വെള്ളവും എടുത്തിട്ട് രണ്ടായിട്ടൊന്ന് ഭാഗിച്ചെടുത്താൽ മതി. അതിൽ ഒന്നിലോട്ട് 1 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മിൽക്ക് കോമ്പൗണ്ടും ഡാർക്ക് കോമ്പൗണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഗണാഷിൽ നമ്മൾ 2 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് സെറ്റ് ചെയ്തെടുക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടല്ലോ, അതിലോട്ട് നമ്മുടെ കാരമൽ സിറപ്പ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള കാരമൽ സിറപ്പാണ്. വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ സ്കോച്ചിൻ്റെ കേക്കിന് വേണ്ടിയിട്ടുള്ള നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടല്ലോ, അത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ വാൾനട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് മിൽക്ക് കോമ്പൗണ്ടിലോട്ട് ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചോക്കോവാൾ സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ആദ്യം തന്നെ നമ്മുടെ ബിസ്ക്കറ്റ് ഫസ്റ്റ് ലെയറായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഫുള്ള് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് കട്ടി കുറവല്ലേ, അതുകൊണ്ട് ഞാൻ മുകളിലൊക്കെ 1-2 കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഞാൻ 2 ലെയറായിട്ട് വെച്ചിട്ടില്ല കേട്ടോ, നമ്മളിങ്ങനെ കുറച്ച് സ്പേസ് കണ്ടപ്പോൾ അവിടെ ജസ്റ്റ് ഇങ്ങനെ മുകളിൽ 1-2 വെച്ച് കൊടുത്തേ ഉള്ളൂ. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഷുഗർ സിറപ്പ് അതിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മിൽക്ക് കോമ്പൗണ്ടും ഡാർക്ക് കോമ്പൗണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതിനകത്ത് നമ്മൾ വാൾനട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട്
കാഷ്യൂ ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് അടുത്ത ലെയറായിട്ട് വീണ്ടും ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുക. നമ്മുടെ കോഫി സിറപ്പ് ഉണ്ടല്ലോ, അതിനായിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മുക്കിയെടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് എല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കാരമൽ സിറപ്പ് ഉണ്ടല്ലോ, വൈറ്റ് ചോക്ലേറ്റ് ഗണാശയിൽ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ മുകളിലോട്ട് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നമുക്കൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഇതിലോട്ട് കോഫി പൗഡർ ചേർത്ത് മാറ്റി വെച്ചിട്ടുള്ള മിൽക്ക് കോമ്പൗണ്ട് ഒഴിച്ചു കൊടുക്കണം. അത് ഒഴിച്ചു കൊടുക്കുന്ന ക്ലിപ്പ് എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ താണ്ടെ അതൊന്ന് സെറ്റായി കഴിഞ്ഞിട്ട് മുകളിൽ ഇങ്ങനെ ഒരു സ്പാച്ചില വെച്ചൊന്ന് ചെറിയൊരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. ചുമ്മാ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ വാൾനട്ട് ചെറുതായിട്ടൊന്ന് ഒടിച്ചെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കാഷ്യൂ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്ത ശേഷം കഴിക്കാം. 1500 രൂപയാണ് കേട്ടോ 1 കിലോയുടെ പ്രൈസ് വരുന്നത്. അപ്പോൾ നമ്മുടെ ചോക്കോവാൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് കഴിച്ച് നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.